ഇതെന്നാണ് ഉണ്ണിയേശു ഇങ്ങനെ കിടക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണത്. ഇതെന്നാണ് ഉണ്ണിയേശു ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇത് ഉണ്ണിയേശുവല്ല, ഇത് ഉണ്ണി മാതാവാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെയും ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിൽ സാധാരണ രീതിയിൽ വിശുദ്ധന്മാരുടെ മരണമാണ് തിരുനാളായിട്ട് ആഘോഷിക്കാറുള്ളത്. എന്നാൽ വ്യത്യസ്തമായിട്ട് 2 വ്യക്തികളുടെ മാത്രം നമ്മൾ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അതൊന്ന് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനവും, രണ്ടാമത് കർത്താവിന് വേണ്ടിയിട്ട് വഴിയൊരുക്കുവാനായിട്ട് വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജന്മദിനവും. പരിശുദ്ധ അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളായിട്ട് മാറുവാനായിട്ട് പരിശ്രമിക്കാം. എന്താണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളുടെ പ്രത്യേകത? നോവുന്നവൻ്റെ നോവുകൾ കാണുന്നതാണ് ആ കണ്ണുകൾ. നിരാശപ്പെടുന്നവൻ്റെ നിരാശകളെ കാണുന്നതാണ് ആ കണ്ണുകൾ. ആവശ്യമുള്ളവരുടെ ആവശ്യങ്ങളെ കാണുന്നതാണ് ആ കണ്ണുകൾ. കാണുക മാത്രമല്ല കേട്ടോ, കാണുകയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നതാണ് ആ കണ്ണുകൾ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ വേദനകൾ കണ്ടിട്ട്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സാധിക്കുന്ന അവരെ സഹായിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളായിട്ട് മാറുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.